അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. ആ ഹെൽത്തി ഡയറ്റിനൊപ്പം തന്നെ ഒരു കാലറിക് ഡെഫിസിറ്റ് പിടിക്കുക. ഈ കാലറിക് ഡെഫിസിറ്റിന്റെ കൂടെ ഒരു ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കാലറി ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് മാത്രം പോരാ. ഉള്ളിൽ കിടക്കുന്ന ഫാറ്റിനെയും കൂടെ ബേൺ ആക്കി കളയണ്ടേ? അതിന് ചെയ്യേണ്ടത് എയറോബിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യണമെന്നാണ്. പലരും പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട് രാവിലെ നടക്കാൻ പോയാൽ വണ്ണം കുറയുമെന്നുണ്ട്. പക്ഷെ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു ലോ ഇന്റൻസിറ്റിയിലുള്ള എയറോബിക് ആക്ടിവിറ്റി ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ചെയ്യുമ്പോൾ ഫാറ്റ് ബേൺ ആയി തുടങ്ങും. അല്ലാതെ കുരങ്ങൻ്റെ പൂമാല കിട്ടിയതുപോലെ അങ്ങോട്ട് കിടന്നോടി ഇങ്ങോട്ട് കിടന്നോടി ഹൈ ഇന്റൻസിറ്റി ചെയ്ത് സ്പ്രിന്റ് അടിച്ച് ഹൈനി ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ഫാറ്റ് ബേൺ ആയി തുടങ്ങൂല. ഫാറ്റിന് ബേൺ ആവണമെങ്കിൽ കുറച്ച് സമയം കൊടുക്കും. രാവിലെ എണീറ്റ് വെറും വയറ്റിൽ വെള്ളം മാത്രം കുടിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 2 മണിക്കൂർ നടക്കുക. സ്ലോ ആയിട്ട് നടക്കുക. പലരും നടക്കുന്ന കണ്ടിട്ടില്ലേ രാവിലെ എണീറ്റ്? അതേപോലെ സ്ലോ ആയിട്ട് നടക്കുക. ഫാറ്റ് ബേൺ ആയി തുടങ്ങും. നമ്മൾ ചെസ്റ്റ് ഏരിയ അല്ല ഹോൾ ബോഡിയിലെ ഫാറ്റ് ബേൺ ആവാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി ചെസ്റ്റിലെ ഏരിയ മസിൽസ് സ്ട്രെങ്ത് ആക്കി അത് ബിൽഡ് ചെയ്താലേ ഷേപ്പ് വന്നു തുടങ്ങുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ചെസ്റ്റിനും ഷോൾഡറിനും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. അത് മാത്രം പോരാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റിന്റെ കൂടെ സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. ഈ പ്രോസസ്സ് പതുക്കെ ഉള്ളൊരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. ബി പേഷ്യന്റ്, റിസൾട്ട് കൂടെ വരും.